നമസ്കാരം. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും, തമ്പനയിൽ കണ്ടല്ലോ. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഡിവോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഡിവോഴ്സ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരസ്പരം ഒന്നിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? മുന്നോട്ടുള്ള യാത്രയിൽ പരസ്പരം ഒരുമിച്ച് ഈഗോ ആയിട്ടും വഴക്കായിട്ടും പ്രശ്നങ്ങളായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ നല്ലത് എപ്പോഴും വേർപിരിയുന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? ഒരു കണക്കിന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമില്ലായ്മ, അതല്ലെങ്കിൽ ഒന്നിച്ചുണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഒരുപാട് സ്നേഹിക്കുകയും പിന്നെ ആകുമ്പോൾ അകന്നകന്നകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും കൂടെ കാണണമെന്ന് കരുതുന്ന പലവരും ഒരു അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ കൂടെ കാണത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോകും. അങ്ങനെയൊരു സാഹചര്യം മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പല പല റീസണുകളാണ്. മറ്റു ചിലരുടെ ചില കാര്യങ്ങൾ വേറെ രീതിയായിരിക്കാം. അവർക്ക് ചിലപ്പോൾ തനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർത്തു പോകുന്നുണ്ട് എന്ന് കാണുമ്പോഴായിരിക്കാം മറ്റു ചിലരുടെ ആവശ്യങ്ങൾ തള്ളിപ്പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മറ്റു ചിലർ ഡിവോഴ്സിലേക്ക് നീങ്ങുന്നത്. പിന്നെ ചില ആളുകൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് തരണം ചെയ്യാൻ വേണ്ടി പിടിച്ചു നിൽക്കും. കാരണം അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളിൽ എപ്പോഴും അവരുടെ മക്കൾ, അതായത് ഇവർക്കൊരു മൂന്നാം കക്ഷി എപ്പോഴും ഉണ്ടാകും. അവരുടെ മക്കളായിരിക്കും അത്. ഇവരെ ഓർത്ത് ഇവർ സഹിച്ചും സഹനശക്തി കൊണ്ട് പിടിച്ചു നിൽക്കുകയും ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്ന് തോന്നിയാൽ ആ ബന്ധം അവിടെ വച്ച് മുറിച്ചു മാറ്റേണ്ടതാണ്. കാരണം മുന്നോട്ടുള്ള നാളുകളിൽ ഇത് പല പല പ്രശ്നങ്ങളിലേക്കും നയിക്കും. ഒന്ന്, വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസം തിരിച്ചെടുക്കുവാൻ വളരെയധികം പാടായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, മക്കളെ ഓർത്ത് നമ്മൾ പിടിച്ചു നിൽക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വഷളായി കൂടുതൽ വഷളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറയുന്നത്, പരസ്പരം ഇഷ്ടമല്ലാത്തവർ വേർപിരിയുക തന്നെ വേണം. അതിന് നമ്മൾ എത്ര കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും ഫ്രീഡം വേണം എന്നാഗ്രഹിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഫ്രീഡം വേണമെന്നുള്ളവർ പിരിയുക തന്നെയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആളെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ കൂടുതൽ ആത്മാർത്ഥമായി പ്രണയിക്കുകയും മറ്റൊരാൾ ആ പ്രണയത്തെ തഴകിക്കളയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ എതിർകക്ഷി ആരാണോ ആ കക്ഷി ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്കും ദുഃഖങ്ങളായും മറ്റു പല സ്റ്റേജുകളിലേക്കും കടന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ വരുന്നതിന് കൂടുതൽ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ എന്നറിയാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയുമായി മുന്നോട്ട് വന്നത്. എപ്പോഴും നമുക്കിങ്ങനെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക. മക്കളെ ഓർത്താണെങ്കിലും കൊണ്ടുപോകുക. പക്ഷേ അതല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ബന്ധം അവിടെ വെച്ച് മുറിച്ചു മാറ്റണം. മറ്റൊരു കാര്യം, ലീഗലായി എല്ലാ കാര്യങ്ങളും ലീഗലായി തന്നെ പോകേണ്ടതാണ്. അതല്ലാതെ കൈകാര്യം കൊണ്ടും കൈവക്കും കൊണ്ടും നമുക്ക് ചെയ്യാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് പാടില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെയുള്ള ധാരണകൾ കൊണ്ട് നമ്മുടെ പലരുടെയും ജീവിതം ഇന്ന് ജയിലറയ്ക്കുള്ളിൽ ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ കുറെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി, ഇല്ലേ? എന്തുകൊണ്ടാണ്? പ്രതികരിക്കേണ്ട സമയത്ത് അവർ പ്രതികരിച്ചില്ല. അതല്ലെങ്കിൽ അത് വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പല വിപത്തുകളും നമ്മുടെ നാട്ടിൽ നിന്നും മാറിപ്പോയേനെ. അവർക്ക് മെയിനായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ പോയി ഒരു കൗൺസിലിംഗ് ചെയ്യേണ്ട കാര്യമാണ്. ഈ കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് രണ്ട് കക്ഷികൾക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഗുണകരമായ കാര്യമാണ്.
ഒന്നാം കക്ഷിക്കും രണ്ടാം കക്ഷിക്കും തീർച്ചയായും കൗൺസിലിംഗ് അത്യാവശ്യമാണ്. പ്രശ്നങ്ങൾ എവിടെ തുടങ്ങുന്നുവോ അത് അവിടെ വെച്ച് തന്നെ തീർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നീട്ടി കൊണ്ടുപോകുന്നതോറും പോകുന്തോറും ജീവിതം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നതോ ഡിവോഴ്സിലുമായിരിക്കും. അപ്പോൾ തള്ളിക്കളയാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കുക. ഈ കമ്പയറിംഗ് ആണ് എൻ്റെ ഭർത്താവ് അങ്ങനെയാണോ, എൻ്റെ ഭാര്യ എങ്ങനെയാണോ, അവരെ പോലെ ആയിരിക്കണം, ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റി നമ്മുടെ ലൈഫ് എന്താണോ അത് ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയുള്ള ലൈഫുകളിൽ മാത്രമാണ് വിജയവും സക്സസ്സും നിങ്ങൾക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.